നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാൻ എന്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? അല്ല, ഞാനിങ്ങനെ ക്യാപ്സ്യൂളുകൾ തിരയുന്നത് കണ്ടില്ലേ മെഴുകാൻ വേണ്ടി. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഉത്തരം മുട്ടിച്ചാൽ എങ്ങനെയാ? അതിനിടയിൽ കൂടെ അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ അപ്പൊ വിടമാട്ടെ, എന്നെ മെഴുക വിടമാട്ടെ. ഇലക്ഷൻ അടുത്തത് കൊണ്ടാ, അല്ലെങ്കിൽ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ ഒരു ഒറ്റ ആട്ടിന് എല്ലാത്തിനും അടിച്ച് പുറത്താക്കിയാനെ. ഓ, ഇത് മറ്റൊരു പാരയായത് തന്നെ. ഈ സ്ത്രീകൾ എന്താ എങ്ങനെ പെരുമാറണേ? നിങ്ങൾ കാണുന്നത് അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ ചിലർ ആസൂത്രിതമായി ചെയ്തു വെച്ച ചില പണികളുടെ ഫലമായിട്ടാണ് ശബരിമലയിലെ സ്വർണം അത്രയും കാണാതായത്. അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതൊക്കെ അപവാദ പ്രചരണങ്ങളാണ്. മനസ്സിലായില്ലേ? സ്വർണ്ണം എല്ലാം വീടുകളിൽ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. ശരിയാ, മാധവൻ കള്ളനാ. പക്ഷെ മാധവൻ കട്ടതൊന്നും അമേരിക്ക വിട്ടുപോയിട്ടില്ല. എന്തായാലും നാക്കല്ലേ വായി കിടക്കണേ, അതിനെ നമുക്ക് നേരിടാം. നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ. പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി. അതെ, ശബരിമലയിൽ നിന്ന് നഷ്ടമായെന്ന് പറയുന്ന 35 കിലോ സ്വർണത്തിന്റെ കണക്കല്ലല്ലോ പ്രധാനപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഗമം മുടക്കാൻ ആരൊക്കെയോ ശ്രമിച്ചു. അതാണ് അടിയന്തരമായിട്ട് അന്വേഷിക്കാനുള്ളത്. അതിനെപ്പറ്റിയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനുള്ളത്. അയ്യോ, നിന്റെ ഒരു ബുദ്ധി പ്രേമ, നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ. നീ ഇത്രല്ലേ കണ്ടോളൂ. 1 മണിയാകാൻ പോവുകയാണ്. 1 മണിക്ക് ഞാൻ അവസാനിപ്പിക്കും. കേട്ടല്ലോ രായാവ് പറഞ്ഞത്. 1 മണി നടിക്കുമ്പോ നിർബന്ധ, അത് കഴിഞ്ഞാ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങില്ല. അല്ലേ പിന്നെ ഒന്നുമില്ലേ? കേരളം നിന്ന് കത്തിയാൽ എന്ത്? തിന്നുക, ഉറങ്ങുക, എണീക്കുക, കക്കുക, മുക്കുക, വീണ്ടും തിന്നുക, കിടക്കുക, നക്കുക, മുക്കുക, ഇതൊക്കെ തന്നെ. മതിയാക്കിയോ? മതിയായി.